ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന അധ്യായം കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാവരും നിങ്ങൾ പല പ്രാവശ്യം കണ്ട് എഴുതി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആ അധ്യായത്തിലെ റിവിഷൻ ക്വസ്റ്റ്യൻസിൽ കൂടി ഒന്ന് കടന്നു പോകാം. ഈ റിവിഷൻ കൂടി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പ്രോബബിലിറ്റി എന്ന ഭാഗം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഈ റിവിഷനിൽ കൂടുക. ഇനി ഈ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ തരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എഴുതിയതിനു ശേഷം നിങ്ങൾ തനിയെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. തനിയെ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യം എഴുതാം. ഈ ചോദ്യം എഴുതിയതിനു ശേഷം നിങ്ങൾ ആൻസർ പറയുകയോ ചെയ്ത് കാണിക്കുകയോ ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിടക്കാം. നോക്കാം ചോദ്യം. വിതൗട്ട് ലുക്കിംഗ്, ഇഫ് വി പുട്ട് എ ഡോട്ട് ഇൻ ദ ഫിഗർ, what is the probability that the dot is in the shaded portion? Here a figure is drawn. ഒരു ഫിഗർ എന്താണ് ഈ ഫിഗറിൽ കാണുന്നത്? ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറില് ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? എന്താണ്? ഒരു വലിയ സ്ക്വയർ ഉണ്ട്, അതിനെ ഈക്വൽ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇഫ് വി പുട്ട് എ ഡോട്ട് വിതൗട്ട് ലുക്കിംഗ് ഇൻസൈഡ് ദിസ് ഫിഗർ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് പോർഷൻ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം കഴിഞ്ഞ ജോമെട്രിക് പ്രോബ്ലംസും അതിന് മുമ്പത്തെ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് വേണം. ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ സ്ക്വയേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഏരിയ കാണുന്നതിന് പകരം എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ആയിട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ സ്ക്വയേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ സ്ക്വയേഴ്സ്. അപ്പൊ നിങ്ങൾ ഫിഗർ ഒന്നുകൂടി ഒന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ എത്ര സ്ക്വയറുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഒന്നുകിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു 1 2 3 4 1 2 3 4 4/4 ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിരുന്നു. അതിനെ ഇത്രയും ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്രയാവും? 16 ആവും. ഏരിയ എന്ന് പറയുന്ന പോലെ തന്നെ ഏരിയ സൈഡ് ടു സൈഡ്. അതുപോലെ തന്നെ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഈസ് 16. അതില് നമ്പർ ഓഫ് ഷെയ്ഡഡ് സ്ക്വയേഴ്സ് എത്ര? നമ്പർ ഓഫ് ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 1 2 3 4. Number of shaded squares is 4. Therefore, probability of putting dot in the shaded portion is equal to എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് 16 ആണ്, ഫേവറബിൾ കേസസ് 4 ആണ്. Therefore, probability that the dot is inside the shaded portion is equal to 4/16. 4/16 that is equal to 1/4. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ബോർഡ് നോക്കി എഴുതുക. ചോദ്യം എന്താണ്? Ask somebody to say a 2-digit number. What is the probability of being the number 10? Second question, what is the probability that the number being a perfect square? ചോദ്യം മനസ്സിലായല്ലോ? ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് രണ്ടക്ക സംഖ്യ എത്ര രീതിയിൽ പറയാം? അതായത് ഹൗ മെനി 2-digit numbers are there? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. നിങ്ങളിപ്പോൾ ആൻസർ പറഞ്ഞു. ഹൗ മെനി 2-digit numbers are there? 90. എങ്ങനെയാണ് കിട്ടുന്നത്? Number of terms n is equal to tn minus t1 by d plus 1. There are numbers from 10 to 99. 2-digit numbers are from 10 to 99. അല്ലെ? ഇപ്പൊ number of terms, total 2-digit numbers. Total 2-digit numbers are ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല. tn minus t1 by d plus 1 ചെയ്താൽ 99 minus 10 by 1 plus 1 ചെയ്താൽ 89 plus 1 90. ഇത് നമ്മൾ 2 തവണ നേരത്തെ ചെയ്താണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് 90 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് that what is the probability that the number what is the probability of being the number 10? നമ്പർ 10 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന ചോദ്യം. നിങ്ങൾക്ക് പറയാം 10 മുതൽ 99 വരെ നമ്പേഴ്സ് പറയുമ്പോൾ അതില് ഒരാള് 10 പറയാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് സേയിങ് ദ നമ്പർ 10 പറയാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇത്രയും 90 സംഖ്യകളും പറയാനുള്ള സാധ്യതകളുണ്ട്. അതിൽ 10 പറയാൻ ഒരേ ഒരു സാധ്യതയുള്ളൂ അല്ലെ? അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഈസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 1. കാരണം 10 എന്ന് പറയുന്ന ഒരെണ്ണമേ ഉള്ളൂ. ശരിയല്ലേ? 10
മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയുമ്പോൾ 10 എന്ന് പറയുന്ന ഒരെണ്ണം എത്ര എണ്ണത്തില് 90. സോ പ്രോബബിലിറ്റി ഓഫ് ദ നമ്പർ ബീങ് 10 ഈസ് ഈക്വൽ ടു 1/90. ഉണ്ടോ? അപ്പൊ ഒരാളോട് 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ 10 പറയാനുള്ള സാധ്യത എത്ര? 90-ൽ 1. അതാണ് ഇതിന്റെ മീനിങ്, വേറെ ഒന്നുമില്ല. Then second question, what is the probability that the number being a perfect square? അതും നിങ്ങൾക്ക് പറയാം. ഈ 90 നമ്പേഴ്സിൽ ഔട്ട് ഓഫ് ദീസ് 90 നമ്പേഴ്സ് ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയർസ് ആർ ദർ? ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയർസ് ആർ ദർ? ഇപ്പോൾ നമ്മുടെ ഫേവറബിൾ കേസസ് ഏതൊക്കെയാ? അതായത് വിച്ച് ആർ ദ പെർഫെക്റ്റ് സ്ക്വയർസ് ബിറ്റ്വീൻ 10 and 99? ഏതൊക്കെയാ പറയാവോ? 9 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 9 കഴിഞ്ഞുള്ളത് വേണം പറയാനായിട്ട്. ഏത് മുതൽ? 16 ഈസ് എ 2 ഡിജിറ്റ് നമ്പർ ആൻഡ് വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓൾസോ. ദെൻ 25, 36, 49, 64, പിന്നെ 81. അപ്പൊ ഇത്രയും ഉള്ളൂ അല്ലെ? ഇത്രയുമാണ് പെർഫെക്റ്റ് സ്ക്വയർസ് ബിറ്റ്വീൻ 10 and 99 എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. സോ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് എത്ര? 6 ആണ്. 6 ചാൻസസ് ആണ് പെർഫെക്റ്റ് സ്ക്വയർസിനുള്ളത്. Therefore, probability of number being a perfect square is equal to എത്ര? 6/90 എന്ന് പറയാം അല്ലെ? 6/90 എന്ന് നമുക്ക് ആൻസർ പറയാം. അതായത് 1 ഇത് കട്ട് ചെയ്താൽ 1/50. മനസ്സിലായല്ലോ? ഇതാണ് ഒരാൾ ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ. മനസ്സിലായല്ലോ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഇനി കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക. ചോദ്യം: ഇൻ എ ബോക്സ് there are 12 black beads and some white beads. One bead is selecting randomly. The probability of getting a white bead is 1/3. Then, first question, what is the probability of getting a black bead? How many beads are there in the box? Question മനസ്സിലായോ? ഒരു ബോക്സിൽ 12 ഏത് കളറ്? ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. ഒരു ബോക്സിൽ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. There are 12 black beads and some white beads. എത്രയാണെന്നറിയില്ല, വൈറ്റ്. മനസ്സിലായല്ലോ? ഇനി 1 bead is selecting randomly. ആ ബോക്സിനകത്ത് കൈയിട്ട് നോക്കാതെ ഒരു ബീഡ് എടുക്കുകയാണ് എങ്കിൽ the probability of getting a white bead is 1/3. അങ്ങനെ എടുക്കുമ്പോൾ probability of getting a white bead എന്നത് 1/3 ആണ്. എങ്കിൽ what is the probability of getting a black bead and how many beads are there in the box എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടും, ഹെഡ് അല്ല എങ്കിൽ ടെയിലേ ഉള്ളൂ അല്ലെ? മനസ്സിലായല്ലോ? അപ്പോൾ ഹെഡ് കിട്ടുന്നുള്ള പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞു 1/2 ആണ്. ടെയിൽ കിട്ടുന്നുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. അപ്പോൾ ഹെഡ് കിട്ടുന്നതിനും ടെയിൽ കിട്ടുന്നതിനുമുള്ള പ്രോബബിലിറ്റിയുടെ സം 1/2 + 1/2 1 ആയിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലായോ? മറ്റൊന്ന് പറയാം. ഒരു ബോക്സിൽ ബ്ലൂ, റെഡ്, ഗ്രീൻ കളറിലെ ബോൾസ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോളും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോളും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോളും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 1 കിട്ടും. അതായത് അതല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ, അതുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. കംപ്ലീറ്റ് ആയാൽ അത് 1 കിട്ടും. അതുപോലെ ഒരു ബോക്സിൽ എത്ര? 12 ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. ബാക്കി ഏത് ബീഡ്സ് ആണുള്ളത്? വൈറ്റ് ബീഡ്സ് ആണുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ്സും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ്സും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. 1/1 ടോട്ടൽ കിട്ടണം. അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ് ഈസ് 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ് എത്രയായിരിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിക്കുക. ആ ബോക്സിനകത്ത് ആകെയുള്ള ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്ലാക്ക് കിട്ടും,
അല്ല എങ്കിൽ വൈറ്റ് കിട്ടും. കണ്ടോ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡും പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടലായി, വേറെ അവിടെ ഒന്നും ബാക്കിയില്ല, 1 ആയി, 1/1 ആയി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ് 1/3 ആണെങ്കിൽ പി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ് എന്തായിരിക്കണം? 1 - 1/3 ആയിരിക്കും. 1 - 1/3. 1 - 1/3 എത്രയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM കാണാം. 3/3 - 1/3 എന്ന് കാണാം. കണ്ടോ? 1 എന്ന് പറഞ്ഞാൽ 3/3 ആണ്. 3/3 - 1/3 = 2/3 എന്ന് കാണാം. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 × 3 3 - 1 എന്തായാലും 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ് = 2/3. ഇപ്പോൾ ഫസ്റ്റിന്റെ ആൻസർ ആണ് നമ്മൾ ഇവിടെ കിട്ടിയത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബീഡ്സ് ആർ ദെയർ ഇൻ ദ ബോക്സ്? അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം. ഹൗ മെനി ബീഡ്സ് ആർ ദെയർ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ് = 2/3 എന്ന് പറയും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ് = 2/3. എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുകൊണ്ടിരുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഫേവറബിൾ കേസ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ് ആയിരുന്നു. ശരിയല്ലേ? അപ്പോ ദാറ്റ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള എത്ര ഫേവറബിൾ കേസസ് ഉണ്ട്? 12 ബ്ലാക്ക് ബീഡ്സ് ആർ ദെയർ. സോ 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ വൈറ്റ് എത്രയാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ 12 പ്ലസ് ആ വൈറ്റും കൂടെ പ്ലസ് ചെയ്ത് താഴെ എഴുതാം. പക്ഷെ ടോട്ടൽ അറിയില്ല, അതുകൊണ്ട് നമ്മൾ ടോട്ടൽ തന്നെ എഴുതിയാണ്. കണ്ടോ? ടോട്ടൽ എത്രയാണെന്ന് അറിയില്ല, വൈറ്റ് എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ടോട്ടൽ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ 2/3 ഈസ് ഈക്വൽ ടു 12 ബൈ ടോട്ടൽ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് = 2/3, ദാറ്റ് ഈസ് ഗിവൺ. ഇനി പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എങ്ങനെയാണ് കാണുന്നത്? നമ്പർ ഓഫ് ബ്ലാക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണെന്നും അറിയാം. അപ്പൊ നമ്പർ ഓഫ് ബ്ലാക്ക് 12 ബൈ ടോട്ടൽ. അപ്പൊ നിങ്ങൾക്ക് സംശയം, ഇത് 2/3 12 ബൈ എന്ന് എഴുതിയ എന്തുകൊണ്ടാണ് സംശയം വേണ്ട. കാരണം 12 ബൈ ടോട്ടൽ എഴുതിയതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ, നമ്മൾ നേരത്തെയും ഈ കഴിഞ്ഞ പ്രോബ്ലം ആണെങ്കിൽ പോലും നമ്മൾ 6/90 കിട്ടിയപ്പോൾ കട്ട് ചെയ്തു 1/15 ആക്കി എഴുതി. അതുപോലെ കട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 2/3. അപ്പോൾ ഒറിജിനലായിട്ട് ടോട്ടൽ നമ്പർ 12 ആണ്. 12 ബൈ ടോട്ടൽ = 2/3. എങ്കിൽ ഈ ടോട്ടൽ കാണാൻ പാടില്ല നമുക്ക്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ 2 × ടോട്ടൽ = 3 × 12. 2 × ടോട്ടൽ = 3 × 12. അപ്പോ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യും? therefore ടോട്ടൽ കാണാൻ എന്ത് ചെയ്യും? പറഞ്ഞോ. ടോട്ടൽ കാണാനായിട്ട് നമുക്ക് ടോട്ടൽ = 3 × 12/2 ചെയ്താൽ മതി. മനസ്സിലായല്ലോ? 3 × 12/2 ചെയ്താൽ ടോട്ടൽ കിട്ടും. 3 × 12/2 എത്രയാണ്? 6 18. സോ there are total 18 beads. കണ്ടോ? ആകെ 18 ബീഡ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി ചോദ്യം, ഹൗ മെനി വൈറ്റ് ബീഡ്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് പറയാലോ, ഹൗ മെനി വൈറ്റ് ബീഡ്സ് ആർ ദെയർ? നിങ്ങൾ പറഞ്ഞു ആകെ 18, അതിലെ 12 ആർ ബ്ലാക്ക്, ദെൻ ദ റിമൈനിങ് 6 ആർ വൈറ്റ് ബീഡ്സ്. അതും നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾക്ക് ആവശ്യമായ ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ബോർഡിലുണ്ട്, നോക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് 12 white beads, 10 red beads and 8 blue beads. Without looking, if one bead is taken, what is the probability of it? First question being a red bead, second being a blue or white bead. ബ്ലൂ ഓർ വൈറ്റ് ബീഡ്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്, എ ബോക്സ് കണ്ടെയ്ൻസ്, എന്തൊക്കെയാ ബോക്സിലുള്ളത്? എ ബോക്സ് കണ്ടെയ്ൻസ് 12 white, 10 red and 8 blue balls, blue beads. ഇതാണ് നമുക്ക് ആ ബോക്സിനകത്തുള്ളത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഈസ് ഈക്വൽ ടു എത്ര? 12 plus 10 plus 8 30. അത് എഴുതാം. Now, first question being a red bead എന്നാണ്. നമ്പർ ഓഫ് ചാൻസസ് ഓഫ് സെലക്ടിങ് എ റെഡ് ബീഡ്, അതാണ് ആദ്യത്തെ. നമ്പർ ഓഫ് ചാൻസസ് ഓഫ് സെലക്ടിങ് ഏത്? റെഡ് ബീഡ്, അതാണ് ഫസ്റ്റ് വൺ. റെഡ് ബീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ചാൻസസ് ഓഫ് സെലക്ടിങ് എ റെഡ് ബീഡ്. ഇതിനകത്ത് ആകെ 30 ബീഡ്സ് ആർ ദർ, അതിൽ 10 ആർ റെഡ് അല്ലെ? അപ്പോ 30 ബീഡ്സ് കിടക്കുന്നതിൽ നിന്നും ഒരു ബീഡ് എടുക്കുമ്പോൾ അത് റെഡ് ആകാനായിട്ടുള്ള സാധ്യത എത്രയാണ്? 10 നമ്പർ ഓഫ് ചാൻസസ് ഉണ്ട്, 10. Therefore, probability of selecting or getting a red bead is equal to എന്തായിരിക്കാം? നമുക്കറിയാം 10/30 ആണ്. 10/30 which is equal to 1/3 എന്ന് പറയും. ഇതാണ് ഫസ്റ്റിന്റെ ആൻസർ. ബീയിങ് എ റെഡ് ബീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബീയിങ് എ ബ്ലൂ ഓർ വൈറ്റ് ബീഡ്.
ബീങ് എ ബ്ലൂ ഓർ വൈറ്റ് ബീഡ് എന്നാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്, നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എന്താണ്, രണ്ട് പ്രോബബിലിറ്റിയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഈസ് 1 എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതായത് സെലക്ടിങ് എ ഹെഡ്, സെലക്ടിങ് എ ടെയിൽ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടലായി. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നമുക്കൊരു കാര്യം പറയാം. റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. എങ്കിൽ ബാക്കി എന്ന് പറഞ്ഞാൽ ബ്ലൂ അല്ല വൈറ്റ് അല്ല, ബ്ലൂവും വൈറ്റും രണ്ടും കൂടെ ചേർന്നുള്ളതാണ് ബാലൻസ്, ബാക്കി എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എനി ഓഫ് ദി റിമൈനിങ് ബീഡ് എന്ന് പറയുന്നത് അതാണ് ഇത് ബ്ലൂ ഓർ വൈറ്റ് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 1 - 1/3, 2/3 അങ്ങനെ പറയാം. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബീങ് എ ബ്ലൂ ഓർ വൈറ്റ് എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് ബ്ലൂ ഓർ വൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ബ്ലൂ ഓർ വൈറ്റ് 12 + 8 ആണ്. 12 + 8 20 beads are there which are blue or white. So probability of blue or white, B or W, probability of blue or white is equal to എന്ന് പറയാൻ പറഞ്ഞോളൂ 20/30 which is equal to 2/3 എന്ന് പറയാം. കണ്ടോ? അപ്പൊ നമ്മുടെ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3, ബാക്കി കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/3. ബാക്കി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഭാഗം. മനസ്സിലായത്? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 1/3 + 2/3 കംപ്ലീറ്റ്ലി 3/3 which is equal to 1 എന്ന് കിട്ടും. കണ്ടോ? അങ്ങനെ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഭാവിയിലൊക്കെ അടുത്ത വർഷങ്ങളിലൊക്കെ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം നോക്കുക. ഇൻ എ ബോക്സ് there are 20 red ink pens, 50 blue ink pens and 30 black ink pens. One pen is taken at random from the box. What is the probability of getting a black ink pen? What is the probability of getting a black ink or blue ink pen? Third, what is the probability of not getting a black ink pen? മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യത്തില് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോക്സിൽ there are 20 red ink pens, 50 blue ink pens and 30 black ink pens. അപ്പൊ നമുക്ക് ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട്? ബോക്സിലുള്ളത് 20 red ink pens, 50 blue ink pens and 30 black ink pens. ഇതാണ് ആ ബോക്സിനകത്ത് ഉള്ളത്. മനസ്സിലായല്ലോ. 20 റെഡ്, 50 blue and 30 black ink pens are there. Ini first question is, what is the probability of getting a black ink or what is the probability of getting a black ink pen എന്നുള്ളതാണ് ചോദ്യം. What is the probability of getting a black ink pen? അപ്പോൾ ബ്ലാക്ക് ഇങ്ക് പെൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? ടോട്ടൽ നമ്പർ വേണം. ആദ്യം നമ്മൾ എഴുതിയതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് is equal to എത്ര? 20 + 30 + 50 എത്ര? 100 എന്ന് പറയാം. Therefore, number of chances of getting a നമ്മുടെ സംഭവം എന്താണ്? ആദ്യത്തെ what is the probability of getting a black ink എന്നാണ്. Getting a black ink pen is equal to number of chances of getting a black ink pen is equal to 30. Therefore, probability of getting a black ink pen is equal to 30/100, that is equal to 3/10 ആണ്. കേട്ടോ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അധികം വിശദീകരണമൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് ഓർ ബ്ലൂ ഇങ്ക് പെൻ? ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ എന്ന് പറയുന്നത് എത്രയാണ്? ബ്ലാക്ക് ഓർ ബ്ലാക്കോ ബ്ലൂവോ കളറിലെ പെൻ കിട്ടാനുള്ള എത്രയുണ്ട്? ബ്ലൂ 50 ഉണ്ട്, 30 black are there. So black or blue means 50 + 30. 50 + 30 is equal to 80. Therefore, probability of black or blue is equal to 80/100, which is equal to 8/10 or 4/5 എന്നൊക്കെ പറയാം. സോ സെക്കൻഡ് ആൻസർ ആണ് അത്. പിടിയിട്ടല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ എന്നാണ്. നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ.
മനസ്സിലായോ? നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ. അപ്പോൾ ഇതും ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ വീണ്ടും പറയാം. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ എന്ന് പറഞ്ഞാൽ 3/10 കിട്ടിയായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ ഈസ് ഈക്വൽ ടു 3/10. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ കൂടാതെ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കി ടോട്ടൽ എന്തുണ്ട്? ബാക്കി കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തുണ്ട്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ ആണുള്ളത്, അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെന്നും പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെന്നും കൂടെ ചേരുമ്പോൾ 1 ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇങ്ക് പെൻ എന്നുള്ള 1 - 3/10 7/10 എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസസ് ഓഫ് നോട്ട് ഗെറ്റിംഗ് ബ്ലാക്ക് പെൻ ഈസ് ഈക്വൽ ടു, അതായത് ബ്ലാക്ക് ഇങ്ക് അല്ലാത്ത പെൻ കിട്ടുന്നുള്ള പ്രോബബിലിറ്റി അതാണ് കാണേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് ചാൻസ് ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 20 + 50 അല്ലേ? നോട്ട് ഗെറ്റിംഗ് 20 + 50 which is equal to 70. Therefore, P of not getting black is equal to എത്ര വരും? 70/100 or 7/10. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7/10 എന്ന് കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് രണ്ടും കൂടെ ചേരുമ്പോൾ കംപ്ലീറ്റ് ആയി 1 ആവും. കണ്ടോ? അതുകൊണ്ട് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 1 കിട്ടണം. നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷേ നമ്മൾ ഭാവിയിലൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞത്. അതോടെ ഈ പ്രോബ്ലം അവസാനിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ റിവിഷൻ പാർട്ട് 1 ഈ ഒരു ചോദ്യത്തോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് റിവിഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോയും ആ ക്ലാസ്സും കാണണം, പഠിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം: numbers from 1 to 10 are written in paper slips and put into a bag, and numbers 5, 10, 15 in another bag. If one number is taken from each bag without looking into it, find the probability of getting both even numbers. Find the probability of getting at least one odd number. നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും ഇപ്പോൾ ഒരു ആത്മധൈര്യം, വിശ്വാസം വന്നിട്ടുണ്ടാവും ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള അധ്യായമാണിത്. ഞാൻ പറഞ്ഞ എന്റെ ക്ലാസ്സുകൾ മുഴുവൻ കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ പറയാം എങ്ങനെയാണ്. ഒരു 2 ബോക്സ് ആണുള്ളത്. ഒന്നാമത്തെ ബോക്സിൽ നമ്പേഴ്സ് ഫ്രം 1 to 10 ആർ സ്ലിപ്സിൽ എഴുതിയിട്ട് നമ്പേഴ്സ് 1 to 10 ഇതിനകത്തുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയും numbers are there in the first box. And in the second box there are numbers from 5, 10 and 15. 3 numbers are there, 5, 10 and 15. Okay. ഇനി without looking, if one number is taken from each box, ഓരോ ബോക്സിൽ നിന്ന് നോക്കാതെ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എത്രയായിരിക്കും? അത് പറയാലോ നിങ്ങൾക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് in this box there are total 10 numbers and in this box there are 3 numbers. So total number of chances is equal to, എന്താ പറയാം, total number of chances or total number of pair of numbers is equal to 10 into 3 is equal to 30. 30 numbers are, 30 pairs are there, 30 chances are there totally. Then first question, find the probability of getting both even numbers. അപ്പോൾ നമുക്ക് number of chances of getting both even എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈവൻ എന്ന് പറയുന്നത് രണ്ടും ഈവൻ ആവുന്നത് ഈ 1 അപ്പൊ പറ്റില്ല. 2 ഇവിടെ 10 മാത്രമേ പറ്റുള്ളൂ ഈവനായിട്ട്. അപ്പോ ബോത്ത് ഈവൻ എന്ന് പറഞ്ഞാൽ 2, 10, then 4, 10, 6, 10, 8, 10, 10, 10. ഇത്രയും numbers are there, ഇത്രയും pairs are there which are of both the even numbers. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 pairs are there. Therefore, probability of both the even എന്ന് പറയുന്നത് എത്രയാണ്? 5/31/6 എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ കണ്ടെത്തിയ ആൻസർ. ഇത് തന്നെയാണ് അല്ലെ? നിങ്ങൾക്കും ചെയ്യാൻ സാധിച്ചത് ഇത് തന്നെയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 3 വാക്കുകൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് എന്നൊക്കെ പറയുന്നത്.
3, 4, 5, 6, 7, 8, 9, 10. സോ 3 വാക്കുകൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, എക്സാക്ട്ലി എന്ന് പറഞ്ഞു. ഇതില് അറ്റ്ലീസ്റ്റ് 1 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു ഓഡ് നമ്പർ എങ്കിലും. അറ്റ്ലീസ്റ്റ് 1 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ എങ്കിലും. ഒരു ഓഡ് നമ്പർ എങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ഓഡ് നമ്പർ ഇല്ലാതെ വരരുത്. അപ്പൊ ഇവിടെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ 2 രീതി. ഒന്ന്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈവൻ എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ നമ്മളൊരു കണ്ടുപിടിച്ചല്ലോ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈവൻ എന്ന് പറയുന്നത് അല്ലാത്തത് ഇത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈവൻ അല്ലാത്തത് എന്താണ്? അല്ലാത്തത് ബോത്ത് ഓഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഓഡ് ആയിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. നിങ്ങൾക്ക് അത് അത്രയും അങ്ങോട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വേണ്ട, നമുക്ക് ഭാവിയിൽ അത് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. കണ്ടോ, നമുക്ക് നോക്കിയെടുത്ത് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഒരു ഓഡ് നമ്പർ എങ്കിലും എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ ഓഡ് നമ്പർ കിട്ടുന്നതിനുള്ള നമ്പർ ഓഫ് ചാൻസ് എത്ര നോക്കാം. 1 വെച്ച് എല്ലാം ആകാം, ശരിയല്ലേ? ഒരു ഓഡ് നമ്പർ എങ്കിലും എന്ന് പറഞ്ഞാൽ 1 ഒരു ഓഡ് നമ്പറാണ്. 15 എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ഓഡ് നമ്പേഴ്സ്, അപ്പൊ അതാകാം. 110 എന്ന് പറയുമ്പോൾ 1 ഓഡ് നമ്പർ ഈസ് ദയർ, സോ ദാറ്റ് ഈസ് ഓൾസോ എ പെയർ, അപ്പൊ അതാകാം. ദെൻ 2 215 210 പറ്റില്ല. ഇനി 3 310 315. 4 4 415. 5 510 കണ്ടോ, 5 510 515 കണ്ടോ. 6 6 ഈവൻ ആയതുകൊണ്ട് ഒരു ഓടെങ്കിലും വേണമെങ്കിൽ 610 പറ്റില്ല. 7 3 ആകാം കണ്ടോ. 8 എന്ത് പറ്റില്ല? ഈ 10 പറ്റില്ല. 8 15 8 5 മാത്രം. ദെൻ 9 3 ആകാം കണ്ടോ. 10 2 പറ്റുള്ളൂ. ഇത്രയുമാണ് നമ്പർ ഓഫ് ചാൻസസ്. കണ്ട കൺഫ്യൂഷൻ ഒന്നും ആകണ്ട, നിങ്ങൾ മനസ്സിലാക്കി എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രയെന്ന് മനസ്സിലാവും. എത്രയാണ് ഇവിടെ? 3 + 2 + 3 അങ്ങനെയാ വന്നിരിക്കുന്നതല്ല. ഇപ്പോ 3 2 5 5 10 5 15 5 20 5 25, ടോട്ടൽ 25 എന്നർത്ഥം. 25 കണ്ടോ, 25. Therefore, P of at least 1 odd number is equal to 25/30, which is equal to 5/6. 5/6. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈവൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1/6 ആയിരുന്നു, അല്ലെ? 1/6 ആയിരുന്നു പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈവൻ എന്ന് പറയുന്നത്. ബോത്ത് ഈവൻ അല്ലാത്ത എന്താ? ബോത്ത് ഈവൻ, രണ്ടും ഈവൻ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? ഒന്നുകിൽ 2 ഓഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഓഡ് ആയിരിക്കണം. സോ അതെന്തായിരിക്കും? 1 - 1/6 5/6. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചിന്തിക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ആലോചിച്ചെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രോബബിലിറ്റി എന്ന അധ്യായത്തിന്റെ 1ാമത്തെ റിവിഷൻ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, കണ്ടു മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.